മനോഹരമായ ഈ മസ്ജിദിന്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സുന്ദരമായി പ്രവാചക പ്രകീർത്തന സദസ്സിലോട്ട് കിടന്നു വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളുടെ നാവുകളിൽ നിന്നും ഉയരട്ടെ പുണ്യ ഹബീബിന്റെ മേലുള്ള സ്വലാത്തുകൾ. മുത്ത് ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ നിങ്ങളുടെ നാവിൽ നിന്നുയരുന്ന സ്വലാത്തുകൾ ഈ അന്തരീക്ഷത്തെ കുളിരണീക്കട്ടെ. പക്ഷിപറവാദികൾ, ജന്തുലാലങ്ങൾ, വൃക്ഷലതാദികൾ ആ പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുകൾ ഏറ്റു പറയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, 6-ാം നൂറ്റാണ്ടിന്റെ അരമനയിലെ ധർമ്മങ്ങളാൽ അശ്വമേധം നടത്തിയിറങ്ങുവാണിരുന്ന അറബി തമ്പുരാക്കന്മാരെ ആത്മീയതയുടെ സോപാനങ്ങളേക്ക് കൈപിടിച്ചുയർത്തിയ അഭിവന്ദ്യ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, അശാന്ത ഭൂമിയിൽ പ്രശാന്ത സുന്ദര ദീനിന്റെ മധുര മനോഹര മന്ത്രം മനുഷ്യരുടെ മനസ്സുകളിൽ പകർന്നു നൽകിയ പകരക്കാരനില്ലാത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, വിശ്വസൗന്ദര്യത്തിന് മുഴുവൻ ചാരുതയും തന്നിലേക്ക് ആവാഹിച്ച കിലാണ്ടമകിലും നന്മയുടെ നറുതിലാവ് പരത്തി മലീമസമായ മാനവ മനസ്സുകളെ മാധുര്യമൂറുന്ന മലർവാടിയാക്കി മാറ്റിയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, നാലാൾക്കു നടുവിൽ നാഥന്റെ നാമം ഉച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന സമൂഹത്തെ റോമയുടെയും പേർഷ്യയുടെയും അധിപന്മാരുടെ കൊട്ടാരമട്ടുപ്പാവുകളിലേക്ക് കടന്നു ചെന്ന് ഏകനായ ഇലാഹിനെ പരിചയപ്പെടുത്താൻ പ്രാപ്തനാക്കിയ അതുല്യ പ്രതിഭാ നബി മുഹമ്മദ് മുസ്തഫ, തൊഴിലാളിയുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം നൽകണമെന്ന് പഠിപ്പിച്ച തൊഴിലാളി സംരക്ഷകൻ നബി മുഹമ്മദ് മുസ്തഫ, മോഷ്ടിച്ചതെന്റെ കരളിന്റെ കഷണമായ ഫാത്തിമയാണെങ്കിലും എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമയാണെങ്കിലും അവളുടെ കരങ്ങൾ ഞാൻ ഛേദിക്കുമെന്ന് പഠിപ്പിച്ച നീതിയുടെ പര്യായൻ നബി മുഹമ്മദ് മുസ്തഫ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനെന്ന് പഠിപ്പിച്ച മനുഷ്യ സ്നേഹി നബി മുഹമ്മദ് മുസ്തഫ, അമുസ്ലിമാണെങ്കിലും അയൽവാസിയോട് സ്നേഹത്തോട് ആദരവോട് കൂടി പെരുമാറണമെന്ന് അനുയായികളോട് ആഹ്വാനം ചെയ്ത പകരക്കാരനില്ലാത്ത മാനവ സൗഹാർദ്ദത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദം നബി മുഹമ്മദ് മുസ്തഫ, നമസ്തേ ഗിരിജാനാഥമരുസ്ഥല നിവാസിനം ത്രിപുരാസുരനാശായ ബഹുമായ പ്രവർത്തിനം എന്നു തുടങ്ങുന്ന വരികളിലൂടെ ഭാരതീയ പുരാണങ്ങളിൽ ഭവിഷ്യ പുരാണം പോലും വാട്ടിപ്പാടിയ വിശ്വഗുരു നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ സംഗമമാണിത്, ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ സംഗമമാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രണയിക്കപ്പെട്ട വ്യക്തിത്വമാണ് നബി മുഹമ്മദ് മുസ്തഫ. നിശയുടെ നിശബ്ദതയിൽ വാനലോകത്ത് പുഞ്ചിരി തൂങ്ങുന്ന അമ്പിളിയമ്മാവനും കണ്ണു ചുമ്മുന്ന നക്ഷത്ര താരകങ്ങൾക്കും ആ പ്രവാചകനോട് പ്രണയമാണ്. പാതിരാവിന്റെ മറവിൽ മദീനയുടെ മിനാരങ്ങൾക്ക് നടുവിലൂടെ വട്ടമിട്ടു പറക്കുന്ന പാതിരാ കുയിലുകളുടെ ശ്രവണ സുന്ദരമായ രാഗം അത് പ്രവാചക അനുരാഗ കാവ്യങ്ങളാണ്. 7-ാം ബഹറിന്റെ ആഴികളിലൂടെ ഊളിയിട്ട് പോകുന്ന പരൽ മത്സ്യങ്ങൾക്കും ആ മുത്ത് ഹബീബിനോട് പ്രണയമാണ്. കാഫുമല തഴുകി വരുന്ന ഇളങ്കാറ്റിന്റെ മർമരത്തിനുമുണ്ട് പ്രേമം പ്രവാചകനോട്. അതുകൊണ്ടാണ് ആശിഖീങ്ങൾ പാടിയത് ലോനിൽ തയാരി ഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറമി ബല്ലിഗ് സലാമി റൗളതൻ ഫിഹാ നബിയുൽ മുഹ്തറമു. ഇളം കാറ്റേ, നിനക്ക് മദീനയിലേക്ക് പോകാൻ അവസരം ലഭിച്ചാൽ, എന്റെ ഹബീബ് ഉറങ്ങുന്ന മദീനയിലേക്ക് കടന്നു ചെല്ലാൻ നിനക്ക് അവസരം ലഭിച്ചാൽ, ഈ പാപിയുടെ സലാം എന്റെ ഹബീബിന്റെ ഖബറിന്റെ ചാരത്തൊന്നു പറയണേ. മദീന ആശിഖീങ്ങളുടെ തേട്ടമാണ്, പ്രണയനിർഭരമായ ഹൃദയങ്ങളുടെ വെമ്പലാണ് മദീന. മധു തേടുന്ന ശലഭങ്ങൾ പോലെ ആശിഖീങ്ങൾ വന്നണയുന്ന പ്രണയഭൂമിയാണ് മദീന. ഓർമ്മകളുടെ രോമാഞ്ച സൗരഭ്യ ശുഭനിമിഷത്തിൽ സ്വയം മറന്നു പോകുന്ന ഏറ്റവും വലിയ അനുഭൂതിയുടെ നഗരമാണ് മദീന. മദീന, നിന്നെ കുറിച്ച് വിവരിക്കുമ്പോൾ നിന്റെ വിരിമാറിൽ ഇറങ്ങിയ
കരകയറിയ അനുരാഗത്തിന്റെ സുന്ദരമായ കഥകൾ ഓർക്കുമ്പോൾ ഏത് തൂലികകളാണ് കരയാതെ പോയത്? ആ വരികൾ ഏറ്റുപാടുമ്പോൾ ഏത് അതരപുടങ്ങളാണ് വിതുമ്പി വിറയ്ക്കാതെ പോയത്? നൂറ്റാണ്ടുകളായ വിരാമ പ്രവാഹം പോലെ ആശികീങ്ങൾ വന്നണയുന്ന പ്രണയ നഗരമാണ് മദീന. ആ മദീനയിലേക്കൊന്ന് കടന്നു ചെല്ലണമല്ലോ. പ്രവാചകാനുരാഗത്തിന്റെ പേരിൽ ഈ മഹനീയമായ മജ്ലിസിലോട്ട് കടന്നു വന്നതുപോലെ അനുരാഗ നിർഭരമായ പ്രവാചകനോടുള്ള സ്നേഹ നിർഭരമായ ഹൃദയവുമായി മദീനയിലേക്കൊന്ന് കടന്നു പോകണം. പ്രവാചക പ്രണയത്തിന്റെ ചിറകിലേറി മദീനയിലേക്ക് പറക്കണം. ചിറകൊടിന് ഹബീബോരുടെ ഹരിത മിനാരത്തിന്റെ ചാര വീഴണം. നായകൻ എന്നെയൊന്ന് തിരിച്ചറിഞ്ഞെങ്കിലും നാശിക്കണം. പ്രണയാതുരമായ ഹൃദയവുമായി മദീനയുടെ മണൽത്തരികളിലൂടെ മുമ്പോട്ട് നടക്കണം. ബാബുസലാമിലൂടെ കയറി പച്ച കുബ്ബയുടെ താഴെ വെളുത്ത മാർബിളിൽ പാദങ്ങൾ ചവിട്ടി പുണ്യ ഹബീബിന്റെ റൗളയുടെ ചാരത്തേക്ക് നടന്നു നീങ്ങുമ്പോ എവിടെ നിന്നോ അടിച്ചു വീശുന്ന പാരിജാത പൂവിന്റെ സുഗന്ധമുള്ള ഇളം കാറ്റ് നമ്മുടെ മനസ്സുകളെ കുളിരണീക്കും. നമ്മുടെ മനസ്സുകളിലേക്ക് ഒരായിരം അനുരാഗത്തിന്റെ സുന്ദരമായ കാവ്യങ്ങൾ കൊണ്ടുവരും. ആശികീങ്ങൾ പ്രവാചകനെ കുറിച്ച് വർണ്ണിച്ച കാവ്യങ്ങൾ ഈന്തയോലകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ പുലരികളിലേക്ക് നീണ്ടു പോകുന്ന യാമങ്ങളിൽ ആകാശം പൊഴിക്കുന്ന നിലാവെളിച്ചത്തിന്റെ താഴെ ഇരുന്ന് മദീനയുടെ നായകനെ കുറിച്ച് ആശികീങ്ങൾ പാടിയ വരികൾ പ്രണയം ശരീരബന്ധമാണ് എന്ന നവകാല നിർവചനങ്ങൾക്ക് പുറം അല്ലാതെ ആത്മീയതയുടെ ആഘോഷമാണ് എന്ന് 1000 വട്ടം ആവർത്തിച്ചു പറയുന്ന സുന്ദരമായ കാവ്യങ്ങൾ അതെല്ലാം നമ്മുടെ സിരകളിൽ ഒരു വിദ്വൽ പ്രവാഹം പോലെ പ്രവാചക പ്രണയം വിരിയിക്കും. ആ റൗളയുടെ ചാരത്തൂടെ മുമ്പോട്ട് നടന്നു നീങ്ങുമ്പോ പ്രവാചകാനുരാഗത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ 1000 ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അവിടെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈന്തയോലകൾ കൊണ്ടുമേഞ്ഞൊരു പഴയ മസ്ജിദിൽ ലോകത്തിന്റെ നായകന്റെ മുമ്പിൽ അനുരാഗ നിർഭരമായ ഹൃദയങ്ങളുമായി ആശികീങ്ങൾ സംഗമിച്ചത് അവിടെയാണ്. അവിടെ വെച്ചാണ് റൂഹുൽ ഖുദ്സിന്റെ സഹായമുള്ള അനുഗ്രഹീതമായ തന്റെ നാവിൽ വിരിഞ്ഞ കാവ്യപല്ലജങ്ങൾ കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പ്രവാചക പ്രണയത്തെ വർണ്ണിച്ച മഹാനായ ഷാഇറെ മദീന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകരോട് പ്രണയം പറഞ്ഞത് വഅഹ്സന മിൻക ലം അറകതു ഐനി വഅജ്മല മിൻക ലം തരിദിൻ നിസാഉ ഖുലിക്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിക്ത കമാ തശാഉ. ഏ ഹബീബായ റസൂലേ, പ്രവാചകന്റെ ചാന്ദ്രിക ശോഭ വിടരുന്ന സുന്ദരമായ പൂമുഖത്ത് നോക്കി മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകരെ വർണ്ണിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങെത്രയോ സൗന്ദര്യത്തിന്റെ ഉടമയാണ് നബിയെ. അങ്ങേപ്പോൾ സുന്ദരമായ ഒരു മുഖകമലം ഞാൻ ഇതേവരെ എന്റെ നയനങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. അങ്ങെത്രയോ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അങ്ങയോളം സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനും ഒരു ഉമ്മയും ഇതേവരെ ജന്മം നൽകിയിട്ടില്ല നബിയെ. അവിടെ വെച്ചാണ്, ആ റൗളയുടെ ചാരത്ത് വെച്ചാണ് തന്റെ അനുരാഗത്തിന്റെ കാവ്യങ്ങൾ പാടിക്കൊണ്ട് പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ആത്മീയ വാതിലുകളെ തുറപ്പിച്ച മഹാനായ വെളിയങ്കോട് ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രവാചകരോട് പ്രണയം പറഞ്ഞത് യാ കിറമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ ലതാ അലൽ ബുകാഇ ബിബാബികും വദ്ദമു ഫീ ഖദ്ദൈ സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ സുന്ദരമായ മജ്ലിസിനോട്ട് അനുരാഗ നിർഭരമായ ഹൃദയങ്ങളുമായി കിടന്നു വന്നതുപോലെ ആ പ്രവാചകന്റെ ചാരത്തൊരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.